പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ്. കൊച്ചി നഗരം അങ്ങനെ ആകെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഒരു മണിക്കൂറിനിടെ കൊച്ചിയിൽ പെയ്തത് 98.4 മില്ലിമീറ്റർ മഴയാണ്. അതായത് 100 മില്ലിമീറ്ററിന് അടുത്ത് മഴ പെയ്തിരിക്കുന്നു. അത്ര കനത്ത മഴയാണ് ലഭിച്ചത്. കളമശ്ശേരി രാവിലെ 8:30 മുതൽ ഇതുവരെ ഏതാണ്ട് 157 മില്ലിമീറ്റർ മഴ പെയ്തു. മേഘവിസ്ഫോടനമാകാം മഴയ്ക്ക് കാരണമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. ഇൻഫോ പാർക്കിൽ ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ ആ ഭാഗങ്ങളിൽ കാക്കനാട് ഭാഗങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഒരു മഴ പെയ്യുമ്പോഴേക്കും അവിടെ വെള്ളം നിറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കമാലിയിൽ റോഡരികിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്നൊരു വിവരം KSRTC ബസ്സിന് മുകളിൽ മരം വീണു എന്നതാണ്. ഇടപ്പള്ളി അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. അലി അക്ബർ ഷാ നൽകും കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ. അലി, ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ കൊച്ചിയിലെ ഒരു സാഹചര്യം? മേഘവിസ്ഫോടനമാണോ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടിലേക്കും മഴയിലേക്കും ഒക്കെ വഴിതെളിച്ചത്? അലി, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും വെള്ളം താഴ്ന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴക്കാല ചെമ്പുമുക്കിൽ ഈസ്റ്റ് റോഡിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. അതായത് മണിക്കൂറുകളായി മഴയുടെ ശക്തി കുറഞ്ഞിട്ട് അല്ലെങ്കിൽ മഴ നിന്നിട്ട് ഇപ്പോഴും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇത് ഈ ഭാഗത്ത് കാണുന്ന ഒരു കനാലാണ്. ഇത് വാഴക്കാല മുതലുള്ള വെള്ളം ഒഴുകി വരുന്ന സാധാരണ ഒരു കനാലാണ്. ആ കനാല് കര കവിഞ്ഞൊഴുകിയാണ് ഈ റോഡിൽ ഇത്രയും വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഈ ഭാഗത്ത് ട്രാൻസ്ഫോമർ ഉൾപ്പെടെ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ KSEB ഇവിടുത്തെ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ് അപകടം ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. കനാല് കര കവിഞ്ഞ് റോഡ് പാടെ മുങ്ങുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് കടന്നു കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് ആളുകളുടെ പ്രതികരണം കൂടി നോക്കാം. ചേട്ടാ, ഇത് എപ്പോഴും ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമാണോ? ഇതിപ്പോ രാവിലെ ഒരു 10 മണിയായപ്പോഴേക്ക് നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കുറഞ്ഞേക്കുവാ. അപ്പൊ നമ്മളെ 2-3 വണ്ടി കാരണത്ത് ഫുള്ള് വെള്ളം കയറി. അവിടെ പോയി കാണാൻ പറ്റും. അപ്പുറത്തെ വണ്ടി നിങ്ങളുടെ വണ്ടികൾ എന്തെങ്കിലും വെള്ളത്തിലായിട്ട്? വെള്ളത്തിലാണ്. അതവിടെ കയറി നിൽപ്പുണ്ട്. ഫുള്ള് വെള്ളം അതിനകത്ത്. ഇനിയിപ്പോ അത് ഉപയോഗിക്കാന്ന് പറയുന്നത് അതെങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക ഞങ്ങള്. KSEB കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ പോയേക്കുന്നു. പിന്നെ ഇപ്പൊ വെള്ളം മൊത്തം ഇവിടെ മൊത്തമുള്ള വണ്ടികളെല്ലാം കയറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒരു 5 വണ്ടിയോളം അവിടുന്ന് ഫ്ലൈറ്റിൽ നിൽക്കുന്ന വണ്ടികളെല്ലാം അവിടെ തള്ളി കയറ്റി വെക്കുക. എല്ലാം വെള്ളത്തിലായിരുന്നു. വിനീത, ഇതാണ് സ്ഥിതി. വെള്ളത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിലായിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇനിയിപ്പോ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. ദൃശ്യങ്ങളിൽ കാണാം ആളുകൾക്ക് മുട്ടിന് മുകളിൽ വെള്ളമാണ്. വലിയ പ്രതിസന്ധിയിലാണ്. ഈ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിലാണ് ഒരു അപകടം റിപ്പോർട്ട് ചെയ്തത്. ഒരു മരം KSRTC ബസ്സിന്റെ മുകളിലേക്ക് വീണൊരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇവിടെ എല്ലാ തവണയും ഇങ്ങനെ വെള്ളം കയറുന്നതാണോ? 2018 മുതൽ എല്ലാ വർഷത്തിലും ഇവിടെ വെള്ളം കയറുന്നുണ്ട്. എന്റെ വീട് ഇതാണ്. ഒരു മിനിമം 4-5 പ്രാവശ്യമെങ്കിലും ഇവിടെ വെള്ളം വീടിനകത്ത് കയറും. മനസ്സിലായ? ഞങ്ങള് 1000 രൂപ കൊടുക്കണം ഒരാളെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിക്കണമെങ്കിൽ. ക്ലീൻ ചെയ്ത് ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും സെയിം വെള്ളം കയറും. ഈ അഴുക്കും ഈ ഫ്ളാറ്റിൽ നിന്ന് വരുന്ന സെപ്റ്റി ടാങ്കിലെ മാലിന്യം എല്ലാം കൂടിയാണ് അടിച്ചു കയറുന്നത്. ഇത് സ്ഥിരം പരിപാടിയാണ്. എത്ര വർഷമായെന്നറിയാമോ? ഇവിടെയുള്ള കൌൺസിലർമാരുടെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ഒക്കെ ഇത് പറഞ്ഞ് ഞങ്ങൾ മടുത്ത് ഒരു നടപടിയില്ല. ഈ മഴയ്ക്ക് തോട് ക്ലീൻ ആക്കാനായിട്ട് എത്ര പ്രാവശ്യം ഞങ്ങൾ കൗൺസിലറോട് പറഞ്ഞെന്നറിയാമോ? അതൊന്ന് ക്ലീൻ ആക്കി. ഈ മഴയത്ത് ഇപ്പൊ ഒരു വണ്ടി വന്ന് അവിടെ ഇത് ക്ലീൻ ആക്കാൻ വന്ന് കിടപ്പുണ്ട്. വെള്ളം കാരണം വരാൻ പാടില്ല. ഗേറ്റ് തകർന്നുപോയി. ഇതിലെ വണ്ടി ഓടി നമുക്ക് പോകണ്ടെന്ന് പറയാൻ പറ്റും. റോഡാണ്. പോകണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവര് വണ്ടി എടുക്കുമ്പോഴത്തേക്കും സ്റ്റോപ്പായി പോകാതിരിക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ പോരും. ആ ഫോഴ്സ് കൊണ്ട്, വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഗേറ്റ് തള്ളിപ്പോയി. ഇനി അത് രണ്ടാമത് ശരിയാക്കണം. നോക്കിയാലും അകത്തെ ദൃശ്യം കാണാം. വീടിന്റെ അകത്ത് കയറിയാലേ ഇപ്പൊ എല്ലായിടത്തും ഞങ്ങൾ TVയിലൊക്കെ കാണുന്നുണ്ട്. ഓരോ വീടുകളിൽ വെള്ളം. ആ ഒരു പ്രതീതി ഇപ്പൊ നിങ്ങൾ കയറി നോക്കിയാൽ ഞങ്ങൾ വീടിന്റെ അകം കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയാണ് വെള്ളത്തിലെ ഇത്രയും വെള്ളം തന്നെ അകത്തുണ്ട്. ഈ റോട്ടിലുള്ള വെള്ളം തന്നെ മുട്ടുവരെ. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഇപ്പൊ അപ്പൊ ഞാൻ കയറി ഇപ്പൊ വണ്ടി ഈ വീടിന്റെ അവസ്ഥ തന്നെയാണ് അവിടെ ഞങ്ങൾക്കും ഉള്ളത് തന്നെ. വിനീത, വലിയ പ്രതിഷേധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. കാരണം വീടുകൾക്കകത്തേക്ക് വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യം. നമുക്കറിയുന്ന പോലെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്ന, ജോലിക്ക് വേണ്ടിയൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും ഒരു ഭീകരാവസ്ഥ. ഇവിടെ കാണാം ഒരു ബൈക്ക് ഏകദേശം വെള്ളത്തിലായിട്ടുണ്ട്. അത്തരത്തിൽ വീടുകൾക്കുള്ളിലാണ് ഈ കാഴ്ച എന്ന് ഓർക്കണം. ഇത്തരത്തിലാണ് കാഴ്ച. ഇത് പലയാവർത്തി ആവർത്തിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്ന പരാതി. ചെയ്യുന്ന കാലത്തും ഇതുപോലെ രൂക്ഷമായ വെള്ളക്കെട്ട്, ഒരു മഴ പെയ്താൽ ഇത് തന്നെയാണ് അവസ്ഥ. കോടതി
പീരാതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിട്ടും ഇപ്പോഴും കൊച്ചി നഗരത്തിന്റെ സ്ഥിതി ഇതാണ് എന്നതാണ്, ഒരു മെട്രോ നഗരത്തിന്റെ സ്ഥിതി ഇതാണ് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു മഴ പെയ്താൽ കുളമാണ് കൊച്ചി എന്നതാണ് യഥാർത്ഥ വസ്തുത. എന്താണിപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അധികാരികൾ പറയുന്നത്? ഇനി വലിയ മഴക്കാലമാണ് വരുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ആശങ്ക സ്വാഭാവികമായും നാട്ടുകാർ പ്രതിഷേധിക്കാറുണ്ടല്ലോ. വിനീത ഈ പറഞ്ഞതുപോലെ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കനാലുകൾ കരകവിഞ്ഞൊഴുകുക, അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വെള്ളത്തിലാവുക, ഈ സാഹചര്യം ഇങ്ങനെ തുടർക്കഥയാവുകയാണ്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഈ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് സാധാരണയാണ്, കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് സാധാരണയാണ് എന്ന നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ സാധാരണയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിന്റെ വേദന അനുഭവിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കാണാം, ഇവിടെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലാണ്, ആളുകൾ അകത്ത് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. പൂർണ്ണമായും വീടിന്റെ വരാന്ത ഉൾപ്പെടെ വാതിൽ തുറന്നാൽ വീട്ടിലേക്ക് വെള്ളം കയറുന്ന നിലയിലേക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ കനാല് കരകവിഞ്ഞൊഴുകി ഇവിടെ ആളുകൾ പറയുന്ന വേദനയും അത് തന്നെയാണ്. ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ, രാവിലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ട്, വീടുകളൊക്കെ പാടെ വെള്ളത്തിലാകുന്ന സാഹചര്യം. ഇപ്പോൾ അവിടുന്ന് രണ്ട് പ്രായമായ ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് അതാ വിനീത കാണാമെന്ന് കരുതുന്നു, വീടിനകത്താണ് കാണുന്നത് വെള്ളം. വീടിനകത്ത് ആളുകൾ വെള്ളത്തിൽ കഴിയേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഏറെ ദുരിതമാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലൊരു നഗരത്തിൽ ഇതിങ്ങനെ ഒരു സ്ഥിരം കാഴ്ചയാകുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതൊരു തുടർക്കഥയായിട്ടും എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ പറയുന്നത്. സാധന സാമഗ്രികളെല്ലാം തന്നെ ഇത് എടുത്ത് ഉയരങ്ങളിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥ, വീട്ടിലെ ബെഡ്റൂമും എല്ലാം വെള്ളത്തിലാകുന്ന ഒരവസ്ഥ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ് വിനീത. ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ അടക്കം പ്രതികരണങ്ങൾ തേടുമ്പോൾ ഒരു സാധാരണ സംഭവം, അല്ലെങ്കിൽ കൊച്ചിക്ക് ഇത് സാധാരണമാണെന്ന നിലയിൽ നിലയിലുള്ള പ്രതികരണം വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് തീർച്ചയായും പ്രതിഷേധം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ, നഗരത്തിന്റെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. ഇതിന്റെ വശങ്ങളിൽ വരുന്ന കടകൾ, വീടുകൾ ഉൾപ്പെടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സമാന സാഹചര്യത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന നിലയിലേക്ക് പോവുകയാണ്. ചേച്ചി, ഇത് കഴിഞ്ഞ മഴയത്ത് ഇത് തന്നെയായിരുന്നു അവസ്ഥ? ഇത് ആദ്യമായിട്ടാണോ വീടിനകത്ത് വെള്ളം? ആദ്യമായിട്ടാണ്. എന്താ കാരണം, എന്തെങ്കിലും അറിയാമോ? വന്ന് താമസം 1 വർഷമായുള്ളൂ പണയത്തിന് എടുത്തിട്ട്. അപ്പൊ കഴിഞ്ഞ ഏപ്രിൽ എടുത്തത്. അപ്പൊ അകത്ത് കയറിയില്ല, പുറം വരെ വന്നുള്ളൂ. ഇതിപ്പോ ആരോടെങ്കിലും, കൗൺസിലർമാരോട് ആരോടെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പുതിയ ആൾക്കാരല്ല, അതാരും അറിയില്ല. വിനീത ഈ പറയുന്നത് പോലെ പുതിയ ആളുകളാണ്, അവരിപ്പോൾ താമസം വന്ന ആളുകളാണ്. നമ്മൾ നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ താൽക്കാലികമായി താമസിക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പുതിയ പണിയെടുക്കുന്ന വീടും ഇപ്പോൾ താമസിക്കുന്ന വീടും എല്ലാം വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നേരത്തെ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കനാൽ ഏത് വീടേതെന്ന് അറിയാൻ കഴിയാത്തൊരു നിലയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ക്യുസാറ്റിലെ ശാസ്ത്രജ്ഞർ അവരുടെ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല, കൊച്ചി നഗരത്തിൽ മിക്കയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എന്നിട്ടും എന്ത് നടപടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുക്കാൻ പോകുന്നത്? അക്കാര്യങ്ങളിൽ എന്തെങ്കിലും അവർക്ക് വ്യക്തതയുണ്ടോ? ഈ നഗരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നത് വീഴ്ച തന്നെയാണ്. നമ്മൾ നേരത്തെ നിന്നിരുന്ന VR തങ്കപ്പൻ റോഡിൽ വലിയ നിലയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ആളുകൾ പറഞ്ഞത് അവിടെ ഒരു കാന പണിതു. മുൻപ് 7 മീറ്ററോളം നീളത്തിൽ ഉണ്ടായിരുന്ന ഒരു തോടുണ്ടായിരുന്നു അവിടെ. അതിന്റെ 2 മീറ്റർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കി ഭാഗം തോട് റോഡായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മിതികൾ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ വെള്ളക്കെട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് ഇവിടെ സ്തംഭിക്കുന്നത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത നിലയിലേക്ക്, വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി നശിക്കുന്ന നിലയിലേക്ക്, വീടിനകത്ത് വെള്ളം കയറി കുളമായി മാറി വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം നശിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോവുകയാണ്. ആകെ വലിയൊരു വേദനയുള്ള കാഴ്ച തന്നെയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാക്കനാട് ഭാഗത്ത് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പ് തുറന്നിരുന്നു. അവിടെ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയായിരുന്നു അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നത്. നമ്മൾ ഈ കാണുന്നത് നഗരമധ്യത്തിലെ കാഴ്ചയാണെന്നത് കൂടി ഓർക്കണം. വാഴക്കാല ചെമ്പുമുക്ക് ഭാഗത്താണ്. തൊട്ടടുത്തെല്ലാം കാണുന്നത് ഫ്ളാറ്റുകളാണ്. ഈ ഫ്ളാറ്റുകളിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ, അല്ലെങ്കിൽ മാലിന്യം ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള വെള്ളത്തിലൂടെ സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തുന്നത്, അവരുടെ വീടിനകത്ത് വരെ എത്തുന്നത് എന്നതും മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇതിനൊരു അറുതി കാണാൻ കഴിയുന്നില്ല, അതിനുവേണ്ട ശാസ്ത്രീയമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത് തന്നെയാണ്. മെട്രോ നഗരത്തിന്റെ നടുവിൽ ജീവിക്കുന്ന എല്ലാവരും ഇപ്പോൾ വെള്ളക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പ്രായമായവർ ഉൾപ്പെടെ അടുക്കളയിൽ ഉൾപ്പെടെ വെള്ളം കയറി ചെല്ലുന്ന ഒരു സാഹചര്യം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.